നമസ്കാരം. വിഷൻ 2040 വാർത്താ നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷെറിമോൾ ചാക്കോ. പ്രധാന തലക്കെട്ടുകൾ. നല്ലിടയൻ. വൈദികരെയും അവരുടെ ശുശ്രൂഷ മേഖലകളെയും പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ആരോഗ്യ വാർത്തകൾ. പ്രമേഹമെന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ച് ഡോക്ടർ ആശിഷ് വി എബ്രഹാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. വിദ്യാഭ്യാസ വാർത്തകൾ. ശ്രീമതി ആശാമോൾ സജി കുട്ടികൾക്കുള്ള വിദേശ പഠന സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇടവക വാർത്തകൾ. വാർത്തകൾ വിശദമായി. നല്ലിടയൻ. വൈദികരെയും അവരുടെ ശുശ്രൂഷ മേഖലകളെയും പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇപ്പോൾ സേവനം ചെയ്യുന്ന ഈ ദേവാലയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് കുറുമുള്ളൂർ സെൻറ്റ് മേരീസ് ഇടവകയാണ്. ഇത് പാറേപ്പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ 188ഓളം കുടുംബങ്ങളുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജനവിഭാഗം. ദേവാലയത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് വിശ്വാസത്തിലൊക്കെ വളരുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമുള്ളത്. ഈ ദേവാലയം ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരു ദേവാലയമാണ്. വ്യാകുല അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേക ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിവിധ രൂപതകളിലുള്ള ആളുകൾ സംഗമിക്കുന്ന ഒരിടമാണ്. കോട്ടയം ജ്ഞാനായ കത്തോലിക്ക അതിരൂപതയിലെ അംഗങ്ങൾ, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അംഗങ്ങൾ, പാലാ രൂപതയിലെ അംഗങ്ങൾ, ഒപ്പം തന്നെ ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരായ ആളുകളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധിയുടെയും ഒപ്പം തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു സ്ഥലം കൂടിയാണ് ഈ ദേവാലയം. ഇവിടുത്തെ തിരുനാൾ ഡിസംബർ മാസം 10 ദിവസങ്ങളാണ്. ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ആദരവോടെയും ഏറ്റവും ഭക്തിയോടെയും ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിനും ജോലിക്കുമൊക്കെ പോയ ആളുകളും ഒപ്പം തന്നെ ഈ നാട്ടിൽ നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് വിവാഹം കഴിച്ചു പോയ ആളുകളൊക്കെ വന്ന് സംഗമിച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം നേടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരിടമാണ് ഈ പാറേപ്പള്ളി ഇടവക. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം യൂട്യൂബിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആരോഗ്യ വാർത്തകൾ. പ്രമേഹമെന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ച് ഡോക്ടർ ആശിഷ് വി എബ്രഹാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആശിഷ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രമേഹ രോഗത്തെ പറ്റിയാണ്. എന്താണ് പ്രമേഹ രോഗം? നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുന്ന അവസ്ഥേനെയാണ് പ്രമേഹ രോഗം എന്ന് പറയുന്നത്. പൊതുവെ പ്രമേഹത്തെ നമ്മൾ 4ആയി കാണപ്പെടുന്നു. ടൈപ്പ് 1 ജുവനൈൽ കുട്ടികളിൽ കാണുന്നവ, ടൈപ്പ് 2 കൂടുതലായി മുതിർന്നവരിൽ കാണപ്പെടുന്നവ, ടൈപ്പ് 3 ജനതികമായി കാണപ്പെടുന്നവ, ടൈപ്പ് 4 പ്രഗ്നൻസി ടൈമിൽ കാണപ്പെടുന്നവ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈപ്പ് 2 അഥവാ മുതിർന്നവരിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രമേഹ രോഗത്തെ പറ്റിയാണ്. നമുക്കിനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ ലക്ഷണങ്ങൾ കുറവുള്ള ഒരു രോഗമാണ് ഡയബറ്റീസ്. അതിനാൽ തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഈ രോഗമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. സാധാരണമായി കാണുന്ന ലക്ഷണങ്ങൾ: അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് അഥവാ കഴുത്തിലോ കക്ഷത്തിലോ കാണുന്ന കറുത്ത പാടുകൾ, കൂടുതലായുള്ള ദാഹം, കൂടുതൽ ക്ഷീണം, അതുപോലെ തന്നെ പെട്ടെന്ന് ശരീരഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതെല്ലാം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം. 2023 പഠനപ്രകാരം ഇന്ത്യയിൽ 12% ആളുകളിൽ, കേരളത്തിൽ 25.5% ആളുകളിലും ഡയബറ്റീസ് കാണപ്പെടുന്നു. അതായത് കേരളത്തിൽ 10ൽ 4 പേരിലും ഡയബറ്റീസ് കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികളിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ കൂടുതലായി അരിയാഹാരം കഴിക്കുന്നതും 2 വ്യായാമത്തിലുള്ള കുറവുമാണ്. നമ്മൾ കൂടുതൽ അരിയാഹാരം മാത്രം കഴിക്കുന്നത് കൊണ്ട് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത്. എന്നാൽ ബാക്കി മാക്രോ ന്യൂട്രിയൻസ് ആയ പ്രോട്ടീനും ഫൈബറും വളരെ കുറവായിട്ടാണ് ചെല്ലുന്നത്. പിന്നെ വ്യായാമക്കുറവും. ഈ 2 കാരണങ്ങൾ
മൂലം നമ്മളിൽ ഡയബറ്റീസ് കൂടുതലായി കാണപ്പെടുന്നു. ഇതിന് പ്രതിവിധിയായി നമ്മൾ കഴിക്കുന്ന അരി ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ അഥവാ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ, അതായത് കൂടുതൽ വെജിറ്റബിൾസ്, ഇറച്ചി, മുട്ട, പാല് എന്നിവ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത്, കൂടുതലായി വ്യായാമം ചെയ്യുക എന്ന ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ രോഗം തടയാം. ഈ രോഗം തുടക്കത്തിലെ അറിയുവാനും ഇത് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി കൂടുതൽ വിശദമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാവും. നന്ദി. വിദ്യാഭ്യാസ വാർത്തകൾ. ശ്രീമതി ആശാമോൾ സജി കുട്ടികൾക്കുള്ള വിദേശ പഠന സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു. വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആശാ സജി. ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഇക്കാലത്ത് വിദേശ പഠനത്തിന് സാധ്യതകൾ ഒട്ടനവധിയാണ്. ജോലി സാധ്യത, ഉയർന്ന വേതനം, മികച്ച ജീവിത സൗകര്യങ്ങൾ, മേന്മയേറിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എന്നിവയാണ് വിദേശ പഠനത്തിന് കുട്ടികളുടെ പ്രീതി നേടിക്കൊടുത്തത്. ആഗോളതലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഗ്രേഡിംഗ് ഉണ്ട്. ഏത് വിഷയവും ഇത്തരത്തിൽ ഉയർന്ന ഗ്രേഡിംഗ് ഉള്ള സ്ഥലത്ത് പഠിച്ചവർക്ക് കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും. ഇന്ന് ബഹുരാഷ്ട്ര കമ്പനികൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ വർക്ക് സ്പേസ് എന്ന മികവ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാനുള്ള അവസരമാണ് വിദേശ പഠനം. അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾ, പ്രായോഗിക പരിശീലനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പഠനരീതി, മികച്ച പ്രൊഫസർമാരുടെ സേവനം, സ്കോളർഷിപ്പ്, സ്റ്റുഡൻറ് ഗ്രാൻഡ്, സ്റ്റൈപ്പൻഡ്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി ഇടപെടാനുള്ള അവസരം, പഠന ചെലവിനുള്ള പണം കണ്ടെത്താൻ സഹായകമാകുന്ന പാർട്ട് ടൈം ജോലി, ഇങ്ങനെ വിദേശ പഠനം കൊണ്ട് മാത്രം സാധ്യമാകുന്ന നേട്ടങ്ങൾ നിരവധിയാണ്. നമ്മുടെ നാട്ടിൽ തൊഴിൽ സാധ്യത കുറവെന്ന് കരുതുന്ന കോഴ്സുകൾക്ക് വിദേശത്ത് മികച്ച അവസരങ്ങളാണുള്ളത്. നഴ്സിംഗ്, ഹെൽത്ത് കെയർ, IT, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, എഞ്ചിനീയറിംഗ്, ഏവിയേഷൻ, ബിസിനസ് സ്റ്റഡീസ് എന്നിവയിൽ തൊഴിൽ സാധ്യതകൾ ഏറെയുണ്ട്. നിരവധി ന്യൂ ജനറേഷൻ കോഴ്സുകൾ വിദേശത്തുണ്ട്. ആനിമേഷൻ, ബ്യൂട്ടി തെറാപ്പി, ഫാഷൻ ടെക്നോളജി, നാനോ സയൻസ്, സോഷ്യൽ സയൻസ് എന്നിവ അവയിൽ ചിലതാണ്. ഹെൽത്ത് കെയർ രംഗത്ത് 200-ലേറെ ആകർഷകമായ കോഴ്സുകൾ വിദേശ യൂണിവേഴ്സിറ്റികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഫാഷൻ, ആർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ രംഗങ്ങളിലും നവീനവും ആകർഷകവുമായ 100-ലേറെ കോഴ്സുകൾ നിലവിലുണ്ട്. ഇന്റേൺഷിപ്പോട് കൂടിയ നിരവധി പ്രോഗ്രാമുകളാണ് വിദേശ പഠനത്തിനുള്ളത്. കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ നിശ്ചിത കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ രാജ്യത്ത് തന്നെ തുടരുന്നതിനുള്ള PR റെസിഡൻസി കൊടുക്കുന്ന രീതിയും ആശാവഹമാണ്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമില്ലാത്തവർ കുറവാണ്. വിദേശ കോഴ്സുകളിൽ പ്രവേശനം നേടാൻ മാർക്കിലുപരി അഭിരുചിയും താല്പര്യവുമാണ് പ്രധാനം. അടുത്ത ആഴ്ചയിൽ വിദേശ പഠനത്തിനായി വിദ്യാർത്ഥികൾ നടത്തേണ്ട ചില മുന്നൊരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. നന്ദി. ഇടവക വാർത്തകൾ. പൊതുയോഗം നടത്തപ്പെട്ടു. സെപ്റ്റംബർ 7-ാം തീയതി ഇടവകയുടെ പൊതുയോഗം നടത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട ഇടവക വികാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടവക സമിതി സെക്രട്ടറി ശ്രീ ജോൺ ജോസഫ് സ്വാഗതം ആശംസിച്ചു. സെമിത്തേരിയിലെ ചാപ്പൽ നിർമ്മാണം, ഇടവക ചരിത്രരചന തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ ആഴ്ചയിലെ ലോഗോസ് ക്വിസ് ബൈബിൾ സ്റ്റാർസ് റവറൻഡ് സിസ്റ്റർ ബിന്ദു ജോർജ്, ബെനിറ്റ് മെർലിൻ ബിജു. ഈ ആഴ്ചയിൽ നടന്ന കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ യോഗങ്ങൾ.
മേരി മാത പള്ളിമല കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗം ശ്രീമതി അന്നമ്മ ദേവസ്യ കൊട്ടാരത്തിലിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ശ്രീ ജേക്കബ് കാഞ്ഞിരംകാലയുടെ ഭവനത്തിൽ വെച്ച് സെൻറ് പീറ്റേഴ്സ് കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗം നടന്നു. സെൻറ് ലൂക്ക് അതിരമ്പുഴ കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗം ശ്രീ KM ജോൺ കോഴിമലയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ശ്രീ ചാക്കോ തൈപ്പറമ്പിലിൻ്റെ ഭവനത്തിൽ വെച്ച് സെൻറ് അൽഫോൻസ പ്രാർത്ഥനായോഗം നടന്നു. ഹോളി ക്രോസ് ഗാന്ധിനഗർ കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗം ശ്രീ ജോസഫ് വലിയകാലയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു.
ജെയിംസ് ജോർജ് ചാമമലയുടെ ഭവനത്തിൽ വെച്ച് ഹോളി ഏഞ്ചൽസ് കന്നുകുളം കൂട്ടായ്മയുടെ പ്രാർത്ഥനായോഗം നടന്നു. വാർത്തകൾ അവസാനിച്ചു. നന്ദി.